പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ 2 ലക്ഷം വനിതകളെ സംഘടിപ്പിച്ച തൃശൂരിൽ BJP നടത്തിയ പരിപാടി സംഘടനാ ശക്തിയോ വിളിച്ചോതുന്നത് തന്നെയാണ്. തൃശൂരിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും കണക്കുകൾക്കുമപ്പുറം വനിതകൾ ഒഴുകിയെത്തിയപ്പോൾ പഴുതില്ലാതെ ഒഴുകിയെത്തിയ സംഘടനാ മികവിന് അഭിനന്ദനങ്ങൾ തേടിയെത്തിയത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെയായിരുന്നു. 1 ലക്ഷം യുവാക്കൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത യുവം പരിപാടിക്ക് ശേഷം വനിതകളെ സംഘടിപ്പിച്ച് മറ്റൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാനായത് കെ സുരേന്ദ്രന്റെ സംഘടനാ മികവ് തന്നെയാണ്. സുരേന്ദ്രൻ 2 ആഴ്ച തൃശൂരിൽ ക്യാമ്പ് ചെയ്താണ് പരിപാടി വിജയകരമാക്കാൻ വേണ്ടിയുള്ള നേതൃത്വം നൽകിയത്. ശോഭന, മിനുമണി, വീണ കണ്ണൻ, മറിയക്കുട്ടി തുടങ്ങിയവരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായതും അദ്ദേഹത്തിന്റെ നേട്ടം തന്നെയാണ്. സുരേന്ദ്രൻ നേരിട്ട് ചെന്നാണ് ഇവരെ എല്ലാവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചതും. കേരളത്തിൽ മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം തൃശൂരിൽ ഡിസംബർ 28 നടന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രൻ തന്നെയാണ് ആദ്യമായി അവതരിപ്പിച്ചതും. കേരളം ചർച്ച ചെയ്യുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളും കെ സുരേന്ദ്രന്റെ വ്യക്തമായ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതും BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെയാണ്. അങ്ങനെ എല്ലാ തരത്തിലും കോൺഗ്രസിനെ സുരേന്ദ്രൻ വെട്ടിലാക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കും താഴേക്ക് പോയ വിജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സുരേന്ദ്രന് അനിവാര്യമായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഗവർണർ വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ പോയി ഗവർണർക്ക് നേരിട്ട് പിന്തുണ കൊടുക്കാനും സുരേന്ദ്രന് സാധിച്ചിരുന്നു. ഗവർണറെ കൊണ്ട് വ്യക്തമായ രാഷ്ട്രീയം പറയിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സുരേന്ദ്രനും പാർട്ടി അണികളും നൽകിയ പിന്തുണ മുഖവിലക്കെടുത്താണ് ഗവർണർ മിഠായി തെരുവിലിറങ്ങി ജനങ്ങളോട് സംസാരിച്ചതും കോഴിക്കോടിന്റെ സ്നേഹം മനസ്സിലാക്കിയതും. മുഖ്യമന്ത്രി പിണറായി വിജയനെ പല വിഷയത്തിലും സമൂഹത്തിൽ വിറപ്പിച്ചു നിർത്താനും സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. ശബരിമല മണ്ഡലകാലത്തിന് 1 ആഴ്ച മുമ്പ് നിലയ്ക്കലും പമ്പയിലും സന്ദർശനം നടത്തിയ സുരേന്ദ്രൻ മുന്നൊരുക്കങ്ങളിലെ പരാജയങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. മേജർ രവിയെയും ദേവനെയും വീണ്ടും പാർട്ടിയിൽ എത്തിച്ചതോടെ സുരേന്ദ്രൻ വീണ്ടും താരമായി മാറി. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ സ്വന്തം അനുയായിയായ C രഘുനാഥനെ പാർട്ടിയിലെത്തിച്ചതും അദ്ദേഹം തന്നെയാണ്. യുവത്വത്തിൽ നവ്യ നായരും അപർണ ബാലമുരളിയും ഉണ്ണി മുകുന്ദനും കുഞ്ഞോൾ മാഷും തുടങ്ങി നിരവധി പ്രമുഖരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP പദ്ധതിയിടുന്നത് കോഴിക്കോട് വിവിധ സേനകളിൽ നിന്നും വിരമിച്ച കേന്ദ്ര സൈനിക ഉദ്യോഗസ്ഥരുടെയും കുടുംബങ്ങളുടെയും ഒരു സംഗമമാണ്. അതും ഇതേ മാതൃകയിൽ. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കലും കരുനീക്കങ്ങളും പാർട്ടിയിൽ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.